ഇന്ന് നമ്മൾ നമ്മുടെ പുതിയ ചാപ്റ്റർ ഇൻഡെക്സ് നമ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് ഇൻഡെക്സ് നമ്പേഴ്സ്, പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്തൊക്കെയാണ്, മെത്തേഡ്സ് എങ്ങനെയാണ് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക, അതൊക്കെയാണ്. പിന്നെ അതേപോലെ ചെയിൻ ഇൻഡെക്സ് എന്നൊക്കെ പറയുന്ന പോർഷനാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പം ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ്. നമ്മളെ മീൻ, മീഡിയൻ, മോഡൊക്കെ പോലെ തന്നെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇൻഡെക്സ് നമ്പർ ബേസിക്കലി മെഷർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇറ്റ് മെഷേഴ്സ് ചേഞ്ച്, ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേരിയബിളിന് വന്നിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച്. ഓക്കെ, ആ ഒരു വേരിയബിളിന് വന്നിട്ടുള്ള വ്യത്യാസത്തെ, ചേഞ്ചിനെ മെഷർ ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇൻഡെക്സ് നമ്പർ എന്ന് പറയാം. അപ്പം നമുക്കറിയാം ചേഞ്ച്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു കമോഡിറ്റി ഷുഗറിൻ്റെ പ്രൈസ്. ഓക്കെ, ആ പ്രൈസിൽ വന്നിട്ടുള്ള ചേഞ്ച് നമുക്ക് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ടൂൾ യൂസ് ചെയ്യാം, ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ചേഞ്ച് മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെ ചേഞ്ച്, എന്തിനെങ്കിലും ചേഞ്ച്, വ്യത്യാസം പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിന് വന്നിട്ടുള്ള ചേഞ്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ഇൻഡെക്സ് നമ്പർ. അപ്പം ഏറ്റവും കൂടുതൽ പൊതുവേ നമ്മൾ ചേഞ്ച് പലപ്പോഴും പഠിക്കാറ് എന്തിനാണ്, പ്രൈസിൻ്റെ മുകളിൽ വരുന്ന ചേഞ്ചുകളാണ് പൊതുവേ നമ്മൾ പഠിക്കാറ്. എന്തിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് പഠിക്കാം, ക്വാണ്ടിറ്റിയിൽ വരുന്ന ചേഞ്ച് ആവാം, പക്ഷെ പൊതുവേ നമ്മൾ വരുന്ന ഇൻകത്തിൽ വരുന്ന ചേഞ്ച് ആയിരിക്കാം, അല്ലേ, ഒക്കെ പഠിക്കാം. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കാറ് എന്തിൽ വരുന്ന ചേഞ്ചാണ്, പ്രൈസിന്, സാധനങ്ങളുടെ പ്രൈസിന്, വിലയിലൊക്കെ വരുന്ന ചേഞ്ചുകളൊക്കെയാണ് നമ്മളിതിൽ കൂടുതലും മെഷർ ചെയ്യാം. പിന്നെ ഈ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇറ്റ് ക്യാൻ ബി ബേസ്ഡ് ഓൺ സോ മെനി ഫാക്ടേഴ്സ്, അല്ലേ. ഒരു കാര്യത്തിന് അപ്പം വിലയാണെങ്കിൽ തന്നെ വ്യത്യാസം വരിക, ചേഞ്ച് വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ബേസ്ഡ് ഓൺ ടൈം, വിത്ത് റെസ്പെക്ട് ടു ടൈം, അല്ലേ, ഓർ ഇറ്റ് ക്യാൻ ബി ബേസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, അല്ലേ. സമയം കൊണ്ട് ചേഞ്ച് സംഭവിക്കാം. അതായത് ഇപ്പം നമുക്ക് അറിയാം കഴിഞ്ഞ കൊല്ലത്തെ പ്രൈസ് ആയിരിക്കില്ല ചിലപ്പം ഇക്കൊല്ലം ഒരു സാധനത്തിന്. അപ്പം ബേസ്ഡ് ഓൺ ടൈം ആയിരിക്കാൻ ചിലപ്പോൾ ചേഞ്ച് സംഭവിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, അതായത് ചിലപ്പം നമ്മുടെ ഏരിയയിൽ ഒരു സാധനത്തിന് ഉണ്ടാവുന്ന വില ആയിരിക്കില്ല വേറൊരു ഏരിയയിൽ ഒരു സാധനത്തിന് ഉണ്ടായിരിക്കുന്ന വില, അല്ലേ. അങ്ങനെ ഈ ചേഞ്ച് ക്യാൻ ബി ബേസ്ഡ് ഓൺ സോ മെനി ഫാക്ടേഴ്സ്. അപ്പോൾ ഇങ്ങനത്തെ ഡി ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാവുന്ന ചേഞ്ചസ് ഒക്കെ നമുക്ക് എന്തുപയോഗിച്ച് പഠിക്കാം, ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് പഠിക്കാം. സമയം കൊണ്ട് ഒരു കാര്യത്തിൽ, ഒരു ഫിനോമിനന് വരുന്ന ചേഞ്ച്, ഓക്കെ, അല്ലെങ്കിൽ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ മൂലം ഒരു ഫിനോമിനന് വരുന്ന ചേഞ്ച്, അല്ലെങ്കിൽ മറ്റ് പല കാരണം കൊണ്ടും ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ടും വരുന്ന ചേഞ്ചസ്, ഒരു ഫിനോമിനന് വരുന്ന ചേഞ്ചസ് ഒക്കെ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഷറിനെയാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും സിമ്പിൾ സെൻസിൽ വാട്ട് ഈസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ, ആൻ ഇൻഡെക്സ് നമ്പർ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ സ്പെഷ്യലൈസ്ഡ് ആവറേജ്. ഇങ്ങനെ പറയുന്നത് എന്താ, നമ്മൾ ഫീച്ചേഴ്സിൽ പറയുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, എന്താണെന്നുള്ളത്. ഇറ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ സ്പെഷ്യലൈസ്ഡ് ആവറേജ് ഡിസൈൻ ടു മെഷർ ദ ചേഞ്ച് ഇൻ ലെവൽ ഓഫ് എ ഫിനോമിനൻ. ഒരു ഫിനോമിനനിൽ സംഭവിക്കുന്ന ചേഞ്ച് മെഷർ ചെയ്യുന്ന ഒരു ടൂളാണ് ഇൻഡെക്സ് നമ്പർ. വിത്ത് റെസ്പെക്ട് ടു ടൈം, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓർ എനി അതർ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ഇൻകം എക്സെട്ര. എന്ത് കാരണം കൊണ്ട് വരുന്ന ചേഞ്ച് ആയിക്കോട്ടെ, ടൈം കൊണ്ട് വരുന്ന ആയിക്കോട്ടെ, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ആയിക്കോട്ടെ, അങ്ങനെ മെഷറബിൾ ആയിട്ടുള്ള മറ്റെന്ത് കാരണം കൊണ്ട് വരുന്ന ചേഞ്ച് ആണെങ്കിലും അതിനെ പഠിക്കുന്ന ഒരു ടൂളിനെയാണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ പൊതുവെ മെയിനായിട്ട് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആകെ ഇൻഡെക്സ് നമ്പേഴ്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം മാത്രമാണ്. അതായത് ഒരു ഫിനോമിനനിൽ സമയം കൊണ്ട് വരുന്ന വ്യത്യാസം, അതിനെ മാത്രമാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക മൊഡ്യൂൾ അല്ലെങ്കിൽ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം പല കാര്യങ്ങളും സമയം കൊണ്ട് മാറും, അല്ല. ഇപ്പോൾ പെട്രോളിൻ്റെ വില എടുത്താൽ അറിയാം, കഴിഞ്ഞ കൊല്ലത്തെ പെട്രോളിൻ്റെ വിലയല്ല ഇക്കൊല്ലത്തെ പെട്രോളിൻ്റെ വില. അല്ലെങ്കിൽ സാധനങ്ങളുടെ വില എടുത്തറിയാം, കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ള സാധനങ്ങളുടെ വിലയായിരിക്കില്ല ഇപ്പോൾ ഉള്ള സാധനങ്ങളുടെ വില. അപ്പം വിത്ത് റെസ്പെക്ട് ടു ടൈം, സമയം ഫാക്ടറായിട്ട് എടുത്തിട്ട് ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഒരു ഫിനോമിനന് എന്തുമാത്രം ചേഞ്ചസ് വരുന്നു, മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ വേറൊരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുള്ളത്, കാർമൽ കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻ, ഇൻഡെക്സ് നമ്പർ റെപ്രസെൻറ്റ് ദ ജനറൽ ലെവൽ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ബിറ്റ്വീൻ 2 or more സിറ്റുവേഷൻസ് ഓഫ് എ നമ്പർ ഓഫ് വേരിയബിൾസ് ടേക്കൺ. ഇവിടെയൊക്കെ ആ ഇമ്പോർട്ടൻസ്, ആ ജനറൽ ലെവൽ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് എന്നുള്ളതാണ്. അതായത് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് ബേസിക്കലി ചേഞ്ച് മെഷർ ചെയ്യുന്നുള്ള ഒരു ടൂളാണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ഇൻഡെക്സ് നമ്പർ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു കുറേ ഫാക്ടേഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റും.
ഇൻഡെക്സ് നമ്പറിൽ. സമയം കൊണ്ട് തന്നെ, സമയം ബേസ് ചെയ്തിട്ടുള്ള, ടൈം ബേസ് ചെയ്തിട്ടുള്ള ഇൻഡെക്സ് നമ്പർ തന്നെ സമയം വ്യത്യാസം വരുന്നതിന് അനുസരിച്ചിട്ട് കുറേ കാര്യങ്ങൾ വ്യത്യാസം വരും അല്ലേ. പ്രൈസ് വ്യത്യാസം വരും, പിന്നെ അതേപോലെ തന്നെ ചില കാര്യങ്ങളുടെ ക്വാണ്ടിറ്റി വ്യത്യാസം വരും, സമയം വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ട് ആൾക്കാരുടെ ഇൻകത്തിന് വ്യത്യാസം വരും. ഓക്കെ, നമ്മളിപ്പം പ്രൈസാണ് പഠിക്കുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും നമ്മൾ പഠിക്കുന്നതും ഒക്കെ പ്രൈസിൽ വരുന്ന വ്യത്യാസം, പ്രൈസിലും ക്വാണ്ടിറ്റിയിലും, ഒരു സാധനത്തിൻ്റെ പ്രൈസിലും ക്വാണ്ടിറ്റിയിലും ഒക്കെ സമയം കൊണ്ട് വരുന്ന ചേഞ്ചസ്, അതാണ് നമ്മൾ ഇൻഡെക്സ് നമ്പറിൽ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോഴും ഇൻഡെക്സ് നമ്പറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വി ഓൾവേസ് കമ്പയർ, എസ്പെഷ്യലി ടൈം ബേസ് ചെയ്തിട്ടുള്ള ഇൻഡെക്സ് നമ്പേഴ്സ്. ഇനി ഞാൻ പറയുന്ന ഫുൾ ടൈം ബേസ് ചെയ്തിട്ടുള്ള ഇൻഡെക്സ് നമ്പേഴ്സ് ആണ് കേട്ടോ. ടൈം ബേസ് ചെയ്തിട്ട് ഇൻഡെക്സ് നമ്പേഴ്സ് വി ഓൾവേസ് കമ്പയർ ദിസ് ചേഞ്ച് വിത്ത് സം ബേസ് ഇയർ അല്ലേ. നമുക്കിപ്പോൾ സമയം വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് വേണ്ടതെന്ന് വയ്ക്കുക. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പഞ്ചസാരയുടെ വില കഴിഞ്ഞ കൊല്ലത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പഞ്ചസാരയുടെ വില ഇക്കൊല്ലം എന്തായി എന്നുള്ളത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഏത് ഇയർ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് വെച്ചാൽ ആ ഇയറിനെയാണ് നമ്മൾ ബേസ് ഇയർ എന്ന് പറയാം. ഓക്കെ, ഇൻഡെക്സ് നമ്പറിൽ ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ ഏത് ഇയർ വെച്ചിട്ടാണ് നമ്മൾ കമ്പാരിസൺ നടത്തുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു ബേസ് ഇയർ വേണം. പിന്നെ ഏത് ഇയറിൻ്റെ ആണോ പ്രൈസ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ആ ഇയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കറൻറ്റ് ഇയർ എന്ന് പറയാം. ഓക്കെ, അപ്പം സേ ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കേണ്ടത് 2020 നമ്മുടെ കറൻറ്റ് ഇയർ എന്ന് വിചാരിക്കാം, എക്സാമ്പിളാണ്. ആൻഡ് നമ്മുടെ ബേസ് ഇയർ 2019. ഓക്കെ, അതായത് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് 2020ഉം 2019ഉമാണ്. ഓക്കെ, ആൻഡ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് പ്രൈസാണ്, പഞ്ചസാരയുടെ പ്രൈസാണ് നമുക്കിവിടെ കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ബേസ് ഇയർ പ്രൈസിനെ പൊതുവെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക P0 എന്നാണ്. ഓക്കെ, P0 എന്ന് പറഞ്ഞാൽ ബേസ് ഇയർ, അതായത് 2019 പഞ്ചസാരയ്ക്ക് ഉണ്ടായിട്ടുള്ള വിലയാണ് നമ്മൾ P0 കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക. കറൻറ്റ് ഇയർ ഇക്കൊല്ലത്തെ പ്രൈസിനെയാണ് നമ്മൾ P1 കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നമുക്ക് ഫോർമുലയുണ്ട്, ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ സാധനം കാൽക്കുലേറ്റ് ചെയ്തു. കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആൻസർ കിട്ടിയത് if we say that price index of sugar in 2020 is 108.7, കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ ആൻസർ 108.7 ആണ് കമ്പയർഡ് ടു 2019. ഓക്കെ, then what does it mean? ഇങ്ങനൊരു ഉത്തരം കിട്ടിയാൽ നമ്മൾ അതിൻ്റെ അർത്ഥം എന്താണ്? It means that the price has net increased 8.7% over 1 year. ഓക്കെ, അതായത് നമുക്ക് ഇത് ചെയ്തിട്ട് നമുക്ക് ആൻസർ കിട്ടിയത് 108.7 ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുക എന്താ വെച്ച് കഴിഞ്ഞാൽ 2019 വെച്ച് നോക്കുമ്പോൾ 2020 പഞ്ചസാരയുടെ വിലയിൽ 8.7% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും ബേസ് ഇയറിൻ്റെ ഇൻഡെക്സ് 100 ആയിട്ടാണ് എടുക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ കോൺസെപ്റ്റ് പ്രകാരം ബേസ് ഇയർ 2019 ഇൻഡെക്സ് എപ്പോഴും 100 ആണ്. എന്താണോ ബേസ് ഇയറിൻ്റെ ഇൻഡെക്സ് 100 ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ 2020 ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യും. 2020 ഇൻഡെക്സ് നമുക്ക് 108.7 ആണ് കിട്ടിയത് അല്ല. അപ്പോൾ 2019 100ഉം 2020 108.7ഉം കിട്ടിയ അതിനർത്ഥം ആ 8.7% എന്തുണ്ടെന്നാണ്? ഇൻക്രീസ് ഉണ്ട് എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഇൻഡെക്സ് നമ്പേഴ്സ് പറയുക. ഇങ്ങനെയാണ് നമ്മൾ അതിനെ അനലൈസ് ചെയ്യാം. ഓക്കെ, ഇനി ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ആദ്യത്തെ ഫീച്ചർ പറയുന്നത് ഇൻഡെക്സ് നമ്പേഴ്സ് സ്പെഷ്യലൈസ്ഡ് ആവറേജസ്. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു ടോട്ടൽ പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ആവറേജ് എന്ന് പറയാം അല്ലേ. അപ്പോൾ മീൻ, മീഡിയൻ, മോഡ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താണ്? ആവറേജ് ആണ്. അതുപോലെ തന്നെ ഒരു ആവറേജ് തന്നെയാണ് എന്ത്? ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ഒരു പോപ്പുലേഷനെ represent ചെയ്യുന്ന ഒരു ഫിഗർ തന്നെയാണ് ഇൻഡെക്സ് നമ്പർ. ആൻഡ് ദേ ആർ സ്പെഷ്യലൈസ്ഡ് ആവറേജസ്, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആവറേജുകളാണ്. അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ മീൻ്റെയും ഒക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ക്യാൻ ഓൺലി ബി മീൻ ഇൻ ഇറ്റ് സെൽഫ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് ഇൻ ഡസ് നോട്ട് ഗിവ് യു എനി യൂസ്ഫുൾ വാല്യൂ. വെറുതെ ഇപ്പോൾ നമ്മളോട് പറയാണ് ഒരു ക്ലാസ്സിലെ ഇത്രയും കുട്ടികളുടെ ഹൈറ്റിൻ്റെ മീൻ ഇതാണ്,
എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കൊരു വലിയ ഇൻഫർമേഷൻ ഒന്നും കിട്ടാനില്ല അല്ലേ. അതേസമയം നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റുമ്പോഴാണ് കുറച്ചും കൂടി നമുക്കത് യൂസ്ഫുൾ ആവുന്നത് അല്ലേ. ഇൻഡെക്സ് നമ്പേഴ്സിന് പ്രത്യേകത വെച്ചാൽ ഇൻഡെക്സ് നമ്പേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കമ്പാരിസൺ ഇൻ മെനി സിറ്റുവേഷൻസ്. നമുക്ക് ഈ പറയുന്ന ഇൻഡെക്സ് നമ്പേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ആണെങ്കിലൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. 2-3 ഇൻഡെക്സ് നമ്പേഴ്സ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ആൻഡ് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ ബി കമ്പയർഡ് ഈവൻ വെൻ സീരീസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ഡിഫറെൻറ്റ് യൂണിറ്റ്സ്. മീനൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ നമുക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെ എപ്പോഴേ പറ്റുള്ളൂ. ആ ക്ലാസ്സിലെ ഇപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മീൻ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും ഹൈറ്റിൻ്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും ഹൈറ്റ് നമ്മൾ ഒരു യൂണിറ്റിലായിരിക്കും മെഷർ ചെയ്തിട്ടുണ്ടാവുക അല്ലേ. ഒരു കുട്ടിയുടെ ഹൈറ്റ് സെൻറ്റിമീറ്ററിലും മറ്റേ കുട്ടിയുടെ ഹൈറ്റ് ഇഞ്ചിലും കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇൻഡെക്സ് നമ്പേഴ്സിന് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. സീരീസ് ഡിഫറെൻറ്റ് യൂണിറ്റിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ആൻഡ് ഈവൻ വെൻ ദ സീരീസ് ആർ കമ്പോസ്ഡ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐറ്റംസ് വി ക്യാൻ കാൽക്കുലേറ്റ് ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇൻഡെക്സ് നമ്പേഴ്സ് ഒരു സ്പെഷ്യൽ ടൈപ്പ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആവറേജസ് ആണ്. ഇൻഡെക്സ് നമ്പേഴ്സ് മെഷർ ചേഞ്ച് ഇൻ ലെവൽ ഓഫ് ഫിനോമിന. ഞാൻ നേരത്തെയും പറഞ്ഞതാണ്, ഒരു സാധനത്തിൽ ഒരു ഫിനോമിനന് വരുന്ന ചേഞ്ച്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ആണ് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാം. ഇൻഡെക്സ് നമ്പേഴ്സ് മെഷർ എഫക്റ്റ് ഓഫ് ചേഞ്ച് ഓവർ എ പീരിയഡ്. അത് ഞാൻ പറഞ്ഞു, ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ഓവർ എ പീരിയഡ് ഓഫ് ടൈം കൊണ്ടുണ്ടാകുന്ന ഒരു സാധനത്തിൽ ഫിനോമിനന് വരുന്ന വ്യത്യാസമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കാറ്. ഓക്കെ. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ടൈം മാത്രമല്ല, എഫക്റ്റ് ഓഫ് ചേഞ്ച് ഓവർ എ പീരിയഡ് മാത്രമല്ല, ഓരോ ജോഗ്രഫിക്കൽ ഏരിയ ഓർ അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് പോകുമ്പോൾ ഒരു ഫിനോമിനന് വരുന്ന മാറ്റം, പിന്നെ മറ്റ് കാരണം കൊണ്ട് വരുന്ന മാറ്റമൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്നതാണ് ഇറ്റ് മെഷേഴ്സ് എഫക്റ്റ് ഓഫ് ചേഞ്ച് ഓവർ എ പീരിയഡ്. സമയം കൊണ്ട് അല്ലെങ്കിൽ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഒരു സാധനത്തിന് വരുന്ന ചേഞ്ച്. Okay, so these are the basic features of index numbers. ഇനി അതിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ യൂസസ്, എവിടെയൊക്കെയാണ് നമ്മളത് യൂസ് ചെയ്യാം? ഇൻഡെക്സ് നമ്പേഴ്സ് ആർ ഇൻഡിസ്പെൻസിബിൾ ടൂൾസ് ഫോർ എക്കണോമിക് ആൻഡ് ബിസിനസ് അനാലിസിസ്. ഒരു എക്കണോമിക് അനാലിസിസ്, ബിസിനസ് അനാലിസിസ് ഇവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം എന്താണ്, ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ വേരിയബിൾസിലുള്ള ചേഞ്ചസ് പഠിക്കുന്ന ഒരു മെഷറാണ് അല്ലേ. അപ്പം നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ബിസിനസ്സിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യേണ്ടി വരും, കുറേ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യേണ്ടി വരും. അവിടെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ബിസിനസ്സിലാണെങ്കിൽ ഒരുപാട് കാലമായിട്ട് ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള ഇൻകത്തിലുള്ള അല്ലെങ്കിൽ പ്രോഫിറ്റിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എത്രമാത്രമാണ്, പിന്നെ അതേപോലെ ഇൻകത്തിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എത്രമാത്രമാണ്, എക്സ്പെൻസിൽ വന്നിട്ടുള്ള ചേഞ്ച് എത്രമാത്രമാണ്, അല്ലെങ്കിൽ ആ ബിസിനസ് ഏത് ഇൻഡസ്ട്രിയിലാണ്, ആ ഇൻഡസ്ട്രിയിൽ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് പ്രൈസിന് വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്. അങ്ങനെ പല കാര്യങ്ങളും പഠിക്കാൻ നമുക്ക് ബിസിനസ്സിൽ കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ എക്കണോമിയിലും അല്ലേ, ഒരു എക്കണോമി ഓൺ എ ഹോൾ നമുക്ക് കുറേ വേരിയബിൾസ് ഉണ്ട് അല്ലേ. എക്കണോമിയിൽ ഇൻകത്തെ പറ്റി പഠിക്കാൻ യൂസ് ചെയ്യാം, എക്കണോമിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ വേജസിനെ പറ്റിയിട്ട് ചേഞ്ചസ് വരുന്നത് പഠിക്കാൻ യൂസ് ചെയ്യാം, പ്രൈസിന് വരുന്ന ചേഞ്ചസ് പഠിക്കാൻ യൂസ് ചെയ്യാം. അങ്ങനെ ശരിക്കും എക്കണോമിയിൽ ഏത് വേരിയബിൾസിനും പല വേരിയബിൾസുള്ള കുറേ വേരിയബിൾസിൻ്റെ ചേഞ്ചസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം അതിൽ വന്നിട്ടുള്ള ചേഞ്ച് പഠിക്കാൻ നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യാം. ദേ ഹെൽപ്പ് ഇൻ ഫ്രെയിമിങ് സ്യൂട്ടബിൾ പോളിസീസ്. അപ്പോൾ ഈ പറയുന്ന ചേഞ്ചസ് പഠിക്കാൻ പറ്റിയാൽ തന്നെ ഇങ്ങനത്തെ ചേഞ്ചസ് പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്കണോമിയിലാണെങ്കിലും പോളിസികൾ എടുക്കാൻ പറ്റും. എക്കണോമിക് പോളിസികൾ ഇപ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന എക്കണോമിക് പോളിസികളാണെങ്കിലും ഒരു ബിസിനസ് എടുക്കുന്ന ബിസിനസ്സിൻ്റെ പോളിസീസ് ആണെങ്കിലൊക്കെ അതൊക്കെ ഈ പോളിസി എങ്ങനെയാണ് അവരെടുക്കുക, അത് എടുക്കുന്നത് ഈ പറയുന്ന പോലെ പഠിച്ചിട്ടാണ്, സ്റ്റഡി നടത്തിയിട്ടാണ്. ആ സ്റ്റഡിക്ക് നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ദേ ഹെൽപ്പ് ഇൻ ഫ്രെയിമിങ് സ്യൂട്ടബിൾ പോളിസീസ്. ദേ വിൽ റിവീൽ ട്രെൻഡ് ആൻഡ് ടെൻഡൻസീസ്. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഡയറക്ഷൻ ഓഫ് ചേഞ്ച്. ഒരു സാധനത്തിൻ്റെ ചേഞ്ചിൻ്റെ ഡയറക്ഷൻ, ഏത് രീതിയിലാണ് അത് ചേഞ്ച് ചെയ്യുന്നത്, അതിൻ്റെ ഒരു പാറ്റേൺ, അതിനെയാണ് നമ്മൾ ട്രെൻഡ് എന്ന് പറയുക. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് പഠിക്കുമ്പോൾ കുറേ കാലം ആയിട്ടുള്ള ഒരു ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളുടെ ചേഞ്ച് പഠിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്കൊരു ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റും. ഒരു സാധനത്തിൻ്റെ പ്രൈസ് ആണെങ്കിൽ ആ പ്രൈസിൽ ചേഞ്ചിൽ വരുന്ന ട്രെൻഡ്, അതിൻ്റെ പാറ്റേൺ എന്താണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ദേ ഹെൽപ്പ് ടു മെഷർ പർച്ചേസിങ് പവർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ആളുടെ പർച്ചേസിങ് പവറിൽ വരുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റും
ഓക്കെ, പർച്ചേസിങ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരാൾക്ക് 100 രൂപയുണ്ട്, 10 കൊല്ലം മുന്നേ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും, അതേ 100 രൂപയുണ്ട് ഇന്ന് അയാൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ് അല്ലേ? അതൊക്കെ നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. അതായത് ഏറ്റവും കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് എന്നൊക്കെ പറയുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട്. ആ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് ഒക്കെ നമുക്ക് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് ബേസിക്കലി ഇതാണ്. കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന ഇതാണ്, സാധനങ്ങൾ കുറച്ച് അധികം സാധനങ്ങളുടെ ഒരു ബണ്ടിൽ സാധനങ്ങൾക്ക് ഒരു കൊല്ലം ഉണ്ടായിട്ടുള്ള ഒരു ബേസ് ഇയറിൽ ഉണ്ടായിട്ടുള്ള പ്രൈസും അതേ ബണ്ടിൽ ഓഫ് സാധനങ്ങൾക്ക് ഇപ്പോൾ കറന്റ് ഇയറിൽ ഉണ്ടായിട്ടുള്ള പ്രൈസും, ഇത് രണ്ടുമുള്ള ഡിഫറൻസ് നമുക്ക് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി പർച്ചേസിങ് പവർ പഠിക്കാൻ പറ്റും. അതായത് അപ്പോൾ ബേസ് ഇയറിൽ ഒരാൾക്ക് എത്രമാത്രം പർച്ചേസിങ് പവർ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ കറന്റ് ഇയറിൽ അതേ ആൾക്ക് എത്രമാത്രം പർച്ചേസിങ് പവർ ഉണ്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. Then index numbers are very useful in deflating. Deflating എന്ന് പറഞ്ഞാൽ deflating means making allowance for effect of changing price levels. ഓക്കെ, അതായത് നമുക്കറിയാം ബിസിനസ്സിലൊക്കെ പലപ്പോഴും ശമ്പളം 10 കൊല്ലം മുന്നേ ഉള്ള ശമ്പളം തന്നെ ഇപ്പോഴും ഒരാൾക്ക് കൊടുത്താൽ അയാൾ അക്സെപ്റ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ 5 കൊല്ലം മുന്നേ ഉള്ള ശമ്പളം ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് കൊടുത്താൽ അതേ ജോബിന് കൊടുത്തുകൊണ്ടിരുന്ന അയാൾ എന്ത് ചെയ്യില്ല, അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം എന്താണ്? ഒരു 5 കൊല്ലം മുന്നെയോ 10 കൊല്ലം മുന്നേ ഒക്കെ അയാൾക്ക് ആ ശമ്പളം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കുറവ് കാര്യങ്ങളെ ഇപ്പം അയാൾക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ പർച്ചേസിങ് പവറിൽ വരുന്ന വ്യത്യാസമാണ്. ഈ പർച്ചേസിങ് പവറിൽ വരുന്ന വ്യത്യാസം എന്തുകൊണ്ട് വരുന്നതാണ്? പ്രൈസ് മാറുന്നുണ്ട്, സാധനങ്ങളുടെ വിലയിൽ വരുന്ന വ്യത്യാസം കൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? സാധനങ്ങളുടെ വില വ്യത്യാസം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ വേജസ് ആണെങ്കിലും സാലറി ആണെങ്കിലും ഒക്കെ ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഈ പ്രൈസ് ലെവൽ ചേഞ്ച് കൊണ്ട് വരുന്ന ചേഞ്ചസിന് വേണ്ടിയിട്ട് നമ്മൾ അലവൻസസ്, അതായത് ഡീഫ്ലേറ്റിംഗ് മീൻസ് മേക്കിംഗ് അലവൻസ് ഫോർ എഫക്റ്റ് ഓഫ് ചേഞ്ചിങ് പ്രൈസ് ലെവൽസ്. പ്രൈസ് ലെവൽ ചേഞ്ചസ് കൊണ്ട് വരുന്ന പ്രൈസ് ലെവൽ ചേഞ്ചസിൻ്റെ എഫക്റ്റ് നമ്മൾ ശമ്പളത്തിലും സാലറിയിലും വേജസിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡീഫ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ചെയ്യാൻ ഈ നമ്മുടെ ബിസിനസ്സിലെ ആളുകളുടെ ബിസിനസ്സിൽ നമ്മൾ കൊടുക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സാലറിയും ഇൻകവും ഒക്കെ പ്രൈസ് ലെവൽ ചേഞ്ചസ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ആ പ്രോസസ്സിനാണ് ഡീഫ്ലേറ്റിംഗ് എന്ന് പറയുക. അത് ചെയ്യാനും ഇൻഡെക്സ് നമ്പേഴ്സ് വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം എത്രമാത്രമാണ് ഈ ചേഞ്ച്, പ്രൈസ് ലെവലിൽ വരുന്ന ചേഞ്ച് എത്രമാത്രമാണെന്നൊക്കെ പഠിക്കാൻ നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ്ഫുൾ ആണ്. ഇൻഡിക്കേറ്റർ ഓഫ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. ഇതേപോലെ തന്നെ ഈ പർച്ചേസിംഗ് പവർ പഠിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് പ്രൈസ് ലെവലിൽ വരുന്ന ചേഞ്ചസ് പഠിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി എക്കണോമിയിലെ ഇൻഫ്ലേഷൻ എത്രമാത്രം ഉണ്ടെന്ന് പഠിക്കാൻ പറ്റും അല്ലേ? കാരണം ഇൻഫ്ലേഷൻ്റെ ഒരു മേജർ ഇൻഡിക്കേറ്റർ എന്താണ്? പ്രൈസിൽ വരുന്ന വ്യത്യാസമാണ്. ഇൻഫ്ലേഷൻ ഉണ്ട് എന്നുള്ളത്, അതായത് സാധനങ്ങൾ പണ്ട് കിട്ടിയിരുന്നതിനേക്കാൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിരിക്കും ഇൻഫ്ലേഷൻ നടക്കുന്ന സമയത്ത്. അപ്പം പ്രൈസ് ലെവൽ ചേഞ്ചസ് ഒക്കെ പഠിക്കുന്നതിലൂടെ നമുക്ക് automatically it indicates inflation, rate of inflation, and they are used as an economic barometer. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്കണോമിക് വേരിയബിൾസ് എന്തും നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് പഠിക്കാം. ഇൻകം ആണെങ്കിലും പ്രൈസ് ആണെങ്കിലും അതേപോലെ പല കോസ്റ്റ് ഓഫ് ലിവിങ് ആണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാം. മെയിനായിട്ട് ഇൻഡെക്സ് നമ്പേഴ്സ് ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത് ഒന്ന് ബിസിനസ്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള എക്കണോമിക് അനാലിസിസിന് വേണ്ടിയിട്ടാണ്. എക്കണോമിയിൽ നടക്കുന്ന കാര്യങ്ങളുടെ ചേഞ്ചസിൻ്റെ വേരിയബിൾസിൻ്റെ ചേഞ്ച് പഠിക്കാനാണ് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുക.